ഹൈ ഫ്രണ്ട്സ്, അങ്ങനെ പി എസ് സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മീറ്റിംഗിന്റെ ഡിസിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം കുറെ തസ്തികകളിലേക്ക് ഡിസംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് പി എസ് സി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ ഈ ഡിസംബറിൽ തന്നെ വരും എന്നുള്ളത് പി എസ് സി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പൊ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നെ വരും. പരീക്ഷ എന്താണെങ്കിലും ഒരു അടുത്ത മാർച്ച്, ഏപ്രിൽ അല്ലെങ്കിൽ ജൂൺ, ജൂലൈ സമയത്തേക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു കലണ്ടറും നമുക്ക് ഏത് മാസം ഏതാണ്ട് ഈ പരീക്ഷ വരും എന്നുള്ളത് ഈ ജനുവരി ആദ്യ വാരം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ ആ ഒരു പോസ്റ്റിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഐ+, ഇതിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ LD ടൈപ്പിസ്റ്റിന്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് LD ടൈപ്പിസ്റ്റ് പരീക്ഷയിലേക്ക്. അപ്പോൾ LD ടൈപ്പിസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ളത് പി എസ് സി അറിയിച്ചിട്ടുണ്ട്. LD ടൈപ്പിസ്റ്റിന്റെ കോഴ്സ് ഐ+ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാം. ഈ പരീക്ഷകൾക്കൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. 2026 അടുത്ത വർഷം നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ മാറ്റം, നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ ചേഞ്ച് വരുത്തുന്ന വർഷമായിരിക്കട്ടെ. കാരണം ഈ പരീക്ഷകളൊക്കെ വരുന്നുണ്ട്, പഠിക്കുക. കൂടാതെ ഇവർ പറഞ്ഞത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനിലേക്കുള്ള LD ക്ലർക്കിന്റെ നിയമനം വരുന്നുണ്ട്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നമ്മൾ പറഞ്ഞു. ദെൻ ഫിഷറീസ് ഡെവലപ്മെന്റിലേക്കുള്ള മാനേജർ IT അതിൽ വരുന്നുണ്ട്. ദെൻ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷനിലേക്കുള്ള ഹോസ്പിറ്റൽ സൂപ്രണ്ട്. HSST സൈക്കോളജി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. HST സൈക്കോളജി ഉണ്ട്. കൂടാതെ HSST ജിയോളജി ജൂനിയർ, HSST ജിയോളജിയും സൈക്കോളജിയും, ഈ 2 HSSTകൾ ഡിസംബറിൽ തന്നെ വരും എന്നുള്ളതാണ് പി എസ് സി അറിയിച്ചിട്ടുള്ളത്. ഡിസംബറിൽ ഇനി ഒരു സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻസ് കൂടെ ഒരുപക്ഷെ വന്നേക്കും. പക്ഷേ ഇപ്പൊ നിലവിലത്തെ സിറ്റുവേഷനിൽ സൈക്കോളജിയുടെയും ജിയോളജിയുടെ HSST നോട്ടിഫിക്കേഷൻസ് വരും. അതിനുശേഷം കോപ്പറേറ്റീവ് ഫെഡറേഷനിലുള്ള അസിസ്റ്റന്റ് മാനേജർ, ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റി ഗാർഡ് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ ഉള്ളത്, ട്രാമൻകൂസ് ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലേക്കുള്ള സൂപ്പർവൈസർ അല്ലെങ്കിൽ കാഷ്യർ, KTDCയിലെ സ്റ്റോർമാൻ. ഇത്രയാണ് സംസ്ഥാന തലം ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് വരുന്നത്. ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റുകൾ വേറെ വരുന്നുണ്ട്. NCAയും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളും ഒക്കെ ഉണ്ട്. ഞാനിവിടെ പറഞ്ഞത് ഈ പറഞ്ഞ സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ പൊതുവെ ഈ കാര്യങ്ങളൊക്കെ, ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത വർഷം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി നേടാനാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.